മഹിമേ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ചേച്ചിക്ക് പകരം ആ യൂണിഫോം എനിക്കാ കിട്ടിയിരുന്നെങ്കിൽ ഗോപാലനും ഗിരിയേട്ടനും ഇന്നേരം ജയിലിൽ കിടന്നേനെ. അതിനു പകരം ചേച്ചി ഈ യൂണിഫോം ഇടുമ്പോ നിയമം സംരക്ഷിക്കണമെന്ന് ന്യായം പറഞ്ഞു നിൽക്കുക. പോലീസുകാരെ നടപ്പിലാക്കേണ്ടത് നിയമം മാത്രമല്ല, ന്യായം കൂടിയാണെന്ന് അച്ഛൻ പറഞ്ഞ ചേച്ചി മറന്നു. പക്ഷേ ഞാൻ മറന്നിട്ടില്ല. ഇനി ചേച്ചിയെ വിശ്വസിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സ്വയം ചെയ്യണം. നീ എന്താ ഉദ്ദേശിച്ചത്? ചേച്ചി ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായി നിൽക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. ഗിരിയേട്ടനെയും ഗോപാലനെയും ഞാൻ നേരിട്ടോളാം. എനിക്ക് നിയമത്തിന്റെയോ യൂണിഫോമിന്റെയോ ഒരു ബന്ധത്തിന്റെയോ തടസ്സം ഉണ്ടാവില്ല. അവർക്കുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കും. മഹിമേ, നീ ആവശ്യമില്ലാത്ത ഒന്നിനെ നിൽക്കരുത്. അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുന്നതാണോ ആവശ്യമില്ലാത്ത കാര്യം? ഇനി നമ്മൾ തമ്മിൽ സംസാരിച്ച ചിലപ്പോ കാര്യങ്ങൾ പിടിവിട്ട് പോയിന്ന് വരും. ചേച്ചി പോവാൻ നോക്ക്. മഹിമേ, മഹിമ വിളിച്ചോടാ? ആ, വിളിച്ചു. ജംഗ്ഷനിലെ ബുക്ക് സ്റ്റാളിൽ നിന്ന് പുസ്തകം കിട്ടിയെന്ന് തിരിച്ചു വന്നോണ്ടിരിക്കുക. എടാ ഗിരിയാ വരുന്ന. നീ എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനല്ലേ? മറ്റാരെക്കാളും കൂടുതൽ നിന്നെ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് മാധവന്റെ മരണത്തെക്കുറിച്ചുള്ള രഹസ്യം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞത്. എന്നിട്ട് നീ തന്നെ എന്നെ ഒറ്റയല്ലേ? നീ കാരണം മഹിമയുടെ മുന്നിൽ മഞ്ജു ശത്രുവായി. നിനക്ക് ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കിട്ടിയടാ? എനിക്ക് മഞ്ജുവിനെ മഹിമേനെ തമ്മിൽ അകറ്റണമെന്ന് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ നീ മഹിമയോടെല്ലാം പറഞ്ഞത്?